5 സ്റ്റേറ്റിൽ 5 ഭാഷയിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന പടമാണ്. അപ്പം അവരെടുത്ത എഫേർട്ടുകളെല്ലാം ഒറ്റ വാക്കുകൊണ്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. 92 കട്ട്സാണ് പറയുന്നത്. ജാനകി എന്ന് പറയുന്നത് സീതാദേവിയുടെ പര്യായമാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. 92 സ്ഥലത്ത് സുരേഷ് ഗോപി അതിൻ്റെ നായകൻ തന്നെ 92 സ്ഥലത്ത് ഡബ് ചെയ്തിട്ടുണ്ട്, ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ പേര് തന്നെ, ഈ സിനിമയുടെ പേര് തന്നെ ജാനകി എന്നാണ്. അപ്പോൾ ഈ പേര് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ ചേംബറിൽ നിന്ന് ആദ്യമായിട്ട് തുടങ്ങണം. ചേംബറിൽ പേര് രജിസ്റ്റർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ആ രജിസ്ട്രേഷൻ എടുക്കണം, അത് സെൻസർ ബോർഡിൽ കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് ആദ്യം നമ്മൾ ചെയ്യുക? ഒരു കഥ ഉണ്ടാക്കി ആ കഥയ്ക്ക് പേരിട്ട് ചേംബറിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യുക. അവിടെ തുടങ്ങി മുഴുവൻ കാര്യങ്ങളും ചെയ്തു വരിക എന്ന് പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി എന്താ പറയുക? ഇനി ഇത് കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. കോടതിയിൽ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക? കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി കേന്ദ്ര സർക്കാരിനെയും സെൻസർ ബോർഡിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇതിന് അനുമതി കൊടുക്കും എന്നുള്ളതാണ്. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ആലോചിക്കും. മനുഷ്യന് ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്നും അവൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങനെ നടപ്പിലാക്കണമെന്നും അതിൻ്റെ പേരിൽ എങ്ങനെ സർക്കാർ കടന്നു കയറുന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലത്. കോടതി അനുമതി കൊടുത്തു എന്ന് വെക്കുക. ഈ വന്ന നഷ്ടങ്ങൾ ആര് സഹിക്കും? 27-ാം തീയതി റിലീസിന് വെച്ച പടത്തിന് ഈ പ്രൊഡ്യൂസർക്ക് വന്ന നഷ്ടം, ഈ സംവിധായകർക്ക് വന്ന, ഇവരുടെ അണിയറ പ്രവർത്തകർക്ക് വന്ന നഷ്ടം ആര് സഹിക്കും? ആര് സഹിക്കില്ല. കോടതി പണം തരാൻ പോകുന്നില്ലല്ലോ, കേന്ദ്ര സർക്കാർ പണം തരാൻ പോകുന്നില്ലല്ലോ.